വെനസ്വേലയിൽ വ്യാപക നാശം വിതച്ച വൻ ഭൂകമ്പം. ഒരു മിനിറ്റിനുള്ളിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 10,000-ൽ ഏറെ മരണമുണ്ടായെന്ന സൂചനകളാണ് ഇതുവരെ പുറത്തുവന്നത്. വിവിധ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, മരണസംഖ്യ സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് വലിയ ഭൂചലനങ്ങൾ, 2 ഭൂചലനങ്ങൾ അടുത്തടുത്തായി ഉണ്ടായത്. ആദ്യത്തേത് 7.2 തീവ്രതയുള്ളതും രണ്ടാമത്തേത് 7.5 തീവ്രത ഉള്ളതുമായിരുന്നു. വെനസ്വേലയെ സംബന്ധിച്ച് വലിയ നാശനഷ്ടത്തിനാണ് ഇത് ഇടവരുത്തിയിട്ടുള്ളത്. തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഏതാണ്ട് 10 കിലോമീറ്റർ ആഴത്തിൽ ആണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, വെനസ്വേലയുടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുള്ളൊരു സാഹചര്യമാണ്. അമേരിക്കയുടെ വലിയ ഇടപെടൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം 6:30 മണി കഴിഞ്ഞതോടുകൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. രാത്രിയായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ദുഷ്കരമായിരുന്നു പ്രവർത്തനങ്ങൾ. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത്. എത്ര പേർക്ക് ജീവൻ നഷ്ടമായി, എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഏതാണ്ട് 10,000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ വെനസ്വേലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആഘാതവും വളരെ വലുതാണ്. ഇപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളം അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് സഞ്ചാരങ്ങൾക്കും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് റോഡ്രിഗസ് ആണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപകട സമയത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അവർ വീടുകളിൽ നിന്ന് വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണു. നമുക്കറിയാം, ഇപ്പോൾ ജപ്പാനോ അല്ലെങ്കിൽ ഫിലിപ്പീൻസോ ഒക്കെ പോലെ തന്നെ തുടർച്ചയായി ഭൂകമ്പ ഭീഷണിയോ അല്ലെങ്കിൽ സുനാമി ഭീഷണിയോ ഒക്കെ നേരിടുന്ന സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ അതിന് മുൻകരുതലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർമ്മാണങ്ങളല്ല അവിടെ പൊതുവായുള്ളത്. അങ്ങനെ ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രീതിയല്ല. കെട്ടിടങ്ങളുടെ തന്നെ വലിപ്പവും അതിൻ്റെയൊക്കെ ഉയരവും ഒക്കെ സാധാരണ നിലയിലുള്ളതാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ഇതിനടിയിൽ എത്ര പേർ പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതോടൊപ്പം തന്നെ കൊളംബിയ, വടക്കൻ ബ്രസീല്, കരീബിയൻ ദ്വീപുകളായ അരുബ, ബോണയർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ ഭൂചലനത്തിൻ്റെ ആഘാതമേറ്റിട്ടുണ്ട്. അത്രയും തീവ്രത ഉള്ള ഒരു ഭൂചലനം എന്ന വിവരം തന്നെയാണ്. മാത്രമല്ല, കരീബിയൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ജാഗ്രതാ മുൻകരുതൽ, അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരക്കാസിലെ അൾട്ടിമിറ, ലോസ് പാലസ് ഗ്രേസൈഡ് എന്ന് പറയുന്ന 2 പ്രദേശങ്ങൾ, അവിടുത്തെ 2 പ്രവിശ്യകളാണ്. അവിടെയും ഈ ഏതാണ്ട് 160 കിലോമീറ്റർ അകലെ നടന്ന ഭൂചലനത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഈ നഗരങ്ങളിൽ കൂടി വന്നു. അവിടുത്തെ കെട്ടിടങ്ങൾക്കും കേടുപറ്റി എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആഘാതം എത്രമാത്രം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി ഇപ്പോൾ കണക്കാക്കുന്നത് യമാരെ എന്ന പ്രദേശമാണ്. ആ ഒരു സ്റ്റേറ്റിൽ, ആ പ്രദേശത്ത് 10 കിലോമീറ്റർ ഭൂമിക്കടിയിൽ ഈ പ്രകമ്പനം ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യാക്വേറെ സംസ്ഥാനത്തെ സാൻ ഫെലിപ്പ് സമീപം, അതിന് ഏറ്റവും അടുത്തുള്ള ഈ പ്രദേശത്താണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത്. തലസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെയാണ്. ഏതായിരുന്നാലും വെനസ്വേലയെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ്. ഇതിൻ്റെ നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ ഇനി വേണം പുറത്തു വരാൻ. സജിത്ത്, നാശനഷ്ടത്തിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 10,000-അപ്പുറം മരണമുണ്ട് എന്നതാണ് സാഹചര്യം. ഇത് സംബന്ധിച്ച ചില ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നതാണ് അവസ്ഥ. എന്തായാലും ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് വെനസ്വേലയിൽ നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.